എടി മതി മതി അത്രയും മതി നീ. എന്റെ ചേട്ടാ ഇത്തിരി കൂടി പൊടി ഇട്ടാലേ ഇത്തിരി കളറും രുചിയൊക്കെ വരുള്ളൂ. ഇതിന് വലിയ ടേസ്റ്റ് തോന്നണില്ല. ഉള്ള കളറൊക്കെ മതിയടി. ടാങ്കിനൊക്കെ നല്ല വിലയാണ്. ഇതിപ്പോ ആ കടക്കാരൻ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞപ്പോ ഫ്രീ ആയിട്ട് തന്നോണ്ടാ ഞാൻ മേടിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ മേടിക്കൂല, ആരെങ്കിലും മേടിക്കുള്ളായിരുന്നു. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞായിരുന്ന പിന്നെ അവർക്ക് എങ്ങനെയാ കൊടുക്കണത് എന്റെ പുഷ്പിച്ചേട്ടാ? ഓ അതൊന്നും കുടിച്ച് ആരും ചത്തൊന്നും പോകൂല, ചിലപ്പോ ഒന്ന് വയറിളകും, അത്ര തന്നെ. എന്റെ പൊന്നു ചേട്ടാ, നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വന്ന കൂട്ടരല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാ ഈ കല്യാണം നടക്കുവോ? എടി അതിന് ഇത് നീയും ഞാനും മാത്രല്ലേ അറിയണുള്ളൂ. അതെ അതെ, നീയും അവളും ഞാനും അല്ലാതെ വേറെ ആരും അറിയില്ല. ആഹാ, ഇതൊക്കെ കേൾക്കാൻ നല്ല ചെവിയാണ്. നമ്മെല്ലാം പറഞ്ഞാ പൊട്ടിക്കാളിൽ പോയിരിക്കും. ആവശ്യമുള്ളത് മാത്രം കേട്ടാ പോരെ മോനെ പുഷ്പകാന്ത. എന്റെ അമ്മ എന്നെ അങ്ങനെ ഫുൾ പേര് വിളിക്കുമ്പോ എനിക്ക് തന്നെ കേൾക്കുമ്പോ ചിരി വരികയാണ്. അപ്പൊ മറ്റുള്ളവരുടെ കാര്യം പറയണോ? എടാ, ഞാനാണ് നിനക്ക് പേരിട്ടത്. ഇതുപോലൊരു അടിപൊളി പേര് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അടിപൊളി പേര് തന്നെ. അമ്മക്ക് അറിഞ്ഞൂടെ സ്കൂളിലൊക്കെ എന്നെ എന്തൊക്കെ പേര് പറഞ്ഞാണ് ആൾക്കാരെ വിളിച്ചിരുന്നെന്ന്? അത് ശരിയാണ് അമ്മേ. എനിക്ക് തന്നെ എന്റെ ഭർത്താവിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ പറയാൻ മടിയാണ്. അന്ന് 5ാം ക്ലാസ്സിലെ റീയൂണിയന് പോയില്ലേ, അന്ന് എല്ലാരും ചോദിച്ചു ഭർത്താവിന്റെ പേരെന്താന്ന്. ഞാൻ പുഷ്പുച്ചേട്ടൻ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് തന്നെ എല്ലാവർക്കും എന്തൊരു ചിരിയായിരുന്നു. എനിക്ക് തന്നെ നാണക്കേടാണ് ഈ പേര്. അല്ലെങ്കിൽ അമ്മക്ക് പേരിടാറിഞ്ഞൂടാ. എന്നിട്ട് നമ്മുടെ പിള്ളേർക്ക് പേരിടാൻ വന്നേക്കണം. ഞാൻ ഓടിച്ചു വിട്ട്, അതുകൊണ്ട് ആ പിള്ളേർക്ക് നല്ല പേര് കിട്ടി. ഓ, ഒരു നല്ല പേര് തന്നെ, ക്ലിത്ത ഗ്ലിത്ത. എന്താണ് വെറൈറ്റി അല്ലേ? ഒരാൾക്കുണ്ടാവോ അങ്ങനത്തെ പേര് ഈ ലോകത്ത്? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് വല്ല സീതാന്നോ ഗീതാന്നോ രാധാന്നോ ഇടാന്ന്. ഓ പിന്നെ അതെങ്ങാനും ഇട്ടിരുന്നെങ്കിൽ ഒരു ടീച്ചർ ഗീതേ സീതേ എന്ന് വിളിക്കുമ്പോ 10 പേര് എനിക്ക് തിന്നേനെ. എന്റെ ദൈവമേ, അമ്മക്ക് ചില നേരത്തെ ഒത്തിരി പട്ടുണ്ടാന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടാ. അതേടാ, എനിക്ക് വട്ടാണ്. 10 മാസം നിന്നെ മാത്രം ഈ വയറ്റിലിട്ട് പ്രസവിച്ചപ്പോഴാണ് ഞാൻ. എന്നെ മാത്രം പ്രസവിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞ ഒരു 3 ആളത്തിനാണ് പ്രസവിക്കായിരുന്നില്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിന്നെ പോലെ അല്ലാണ്ട് ഒരു നല്ലൊരു മോളെ പ്രസവിക്കണം എന്ന്. അപ്പോഴേക്കും നിന്റെ അച്ഛൻ എന്റെ അനിയത്തിനൊപ്പം ഒളിച്ചോടി പോയില്ലേ? ആ ബെസ്റ്റ്. എന്നാ നമുക്ക് ഒരു പണി ചെയ്യാം, ഒരു കല്യാണം കൂടെ കഴിക്കുക. എന്ത് പറയണ്? അയ്യോ, ഇനി ഇപ്പഴാ? അയ്യോ ഇപ്പഴല്ല, എന്റെ മോളുടെ ഇളയ മോളുടെ കല്യാണം കൂടി ഒന്ന് ഇങ്ങോട്ട് നടത്തിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്റെ കല്യാണം നടന്ന തന്നെ. ഇത്രയും പിശുക്കൊള്ള നിന്റെ മോളെ കല്യാണം കഴിക്കി ഇനി ആര് വരാനാണ്? ഞാൻ പിശുക്കനാണെങ്കിലേ ഇതുപോലൊരു വീട് വെച്ചില്ലേ, എന്റെ മൂത്ത മോളെ അന്തസ്സായിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടില്ലേ, ഇനി ഇളയ മോളെ ഞാൻ നന്നായിട്ട് കല്യാണം കഴിപ്പിച്ച് വിടും. മൂത്ത മരുമോ ഒരു മണ്ടനായതുകൊണ്ട് ഇവിടെ ഒന്ന് കെട്ടി. ഇനി അതുപോലെ ഒരു മണ്ടൻ വരുമെന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങളെ ഞാൻ എന്റെ മനുഷ്യ ഒന്നും മിണ്ടാതിരിക്കി. നിങ്ങളല്ലാതെ ബോധമില്ലാത്ത അമ്മനോട് സംസാരിക്കാൻ നിൽക്കൂ. അമ്മേ, ആ മോളെ എടി അടുക്കളയിലോട്ട് വാ, അച്ഛനമ്മ ഇവിടെ ഉണ്ട്. നീ നേരത്തെ എത്തിയല്ല. പിന്നെ എന്റെ അനിയത്തിനെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് പെണ്ണെന്ന് പറയുമ്പോ ഞാൻ നേരത്തെ എത്തണ്ടേ അമ്മേ? യോ, നീ കൊച്ചിനെ കൊണ്ടുവന്നില്ലേടി? ഇല്ലമ്മേ, അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എന്റെ മോളെ ഇത്ര ചെറിയ കൊച്ചിനാ എന്തിനാണ് ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കണത്? അമ്മ, അവൻ മാത്സിന് ഭയങ്കര വീക്കാണ്, അതുകൊണ്ട് ആ ബാൻസു മാത്സ് ക്ലാസ്സിൽ ചേർത്ത്. അതെന്ത് ക്ലാസ് ആണ് മോളെ? അമ്മേ, ഇതൊരു ഓൺലൈൻ മാത്സ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. മിസ്റ്റർ ബാനു എന്ന് പറയുന്നത് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന ആളാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ച് ചെയ്തത്. കുട്ടികൾക്ക് ഗണിതത്തിലെ വിദ്യകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത്. നമ്മുടെ കുട്ടികൾ 5 തുടങ്ങി 15 വയസ്സിനിടയിൽ പ്രായം ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ചേരാൻ പറ്റുന്നതാണ്. പേനയും പേപ്പറും ഒന്നും ഉപയോഗിക്കാതെ മാനസികമായി എങ്ങനെ കണക്കൂട്ടാമെന്ന് ഈ കോഴ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. ആഹാ, കൊള്ളാല്ലേ. അതപ്പോ ഇന്ത്യയിൽ മാത്രമുള്ള? ഇല്ലില്ല, ഈ കോഴ്സ് ഇന്ത്യയിൽ കൂടാതെ USA, UK, കാനഡ, UAE അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ദീപാവലി ഓഫറായിട്ട് എൻ്റെ കോഴ്സിന് 25% വരെ ഓഫും ഉണ്ട്. ആഹാ, അപ്പൊ ഈ കോഴ്സ് ഓൺലൈനിൽ മാത്രമുള്ളല്ലേ? അതെ അമ്മ, ഈ ക്ലാസ് ഓൺലൈനിൽ മാത്രമാണ് ഉള്ളത്. അതിനാൽ ഈ സമയം ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഗണിത പഠനത്തിന്റെ അത്ഭുതകരമായ അനുഭവം നൽകാം. എന്റെ സബ്സ്ക്രൈബേഴ്സിന് തികച്ച് സൗജന്യമായി ക്ലാസ്സിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് കൊള്ളാല. നീ വന്ന കാലത്ത് തന്നെ നിൽക്കാതെ ഈ ടാങ്ക് ഒന്ന് കലക്കാൻ കൂട്. നിനക്കാവുമ്പോ എന്റെ കറക്റ്റ് അളവറിയാം. അച്ഛൻ അങ്ങോട്ടേല്, അതൊക്കെ ഞാൻ ശരിയായിക്കോളാം. അധികം പൊടിയിടല്ലേട്ടാ. എടി, ടാങ്ക് കലക്കുമ്പോ കുറച്ചും കൂടി പൊടിയിട്ടില്ലെങ്കിൽ എങ്ങനെയടി വല്ല ടേസ്റ്റ് ഉണ്ടാവുമോ?
ടേസ്റ്റ് ഒന്നും വേണ്ട അമ്മേ, ഒരു പണി ചെയ്താൽ മതി, 2 ഐസ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ ടേസ്റ്റ് ഒക്കെ താനെ വന്നോളൂ. നീ അച്ഛന്റെ മോള് തന്നെ. അച്ഛന്റെ മോളായതുകൊണ്ട് തന്നെയാ ഞാൻ സന്തോഷമായിട്ട് ഇപ്പോഴും ജീവിക്കണത്. എന്നെ കല്യാണം കഴിക്കണവരെ മാസാവസാനം ഉമ്മ ചേട്ടന് ആരെന്നെങ്കിലും കടം മേടിക്കണമായിരുന്നു. ഇപ്പൊ എന്താ, ഞാനല്ലേ പൈസ കാര്യങ്ങളൊക്കെ നടത്തണേ, അതുകൊണ്ട് ഒന്നും കടം മേടിക്കേണ്ട, കുറച്ച് പൈസ സേവും ചെയ്യാൻ പറ്റുന്നുണ്ട്. നീ മാല മാറ്റിയാടി? അല്ലമ്മേ, ഇത് വരവാണ്. ഇപ്പോഴത്തെ സ്വർണ്ണ വിലയൊക്കെ കണ്ടില്ലേ, കുതിച്ചങ്ങോട്ട് പോണേന്ന്. ഇത് നമ്മ കള്ളന്മാർക്ക് അറിയാം ഇത് എന്തായാലും സ്വർണ്ണമല്ലെന്ന്. ഇത്രയും വലിയ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം ഞാൻ ആരാവണം. അപ്പൊ ഇത് വരവിന്റെ മാലയിൽ ഇട്ടതാ. ഓ, താലിമാല ഊരി വെക്കണ്ടായിരുന്നു മോളെ. താലിമാല മാത്രമേ ഊരി വെച്ചിട്ടുള്ളമ്മേ, താലി ഞാൻ ഇട്ടിട്ടുണ്ട്. അവളെന്തിയമ്മേ? അവള് റൂമിലുണ്ട്, റെഡിയാവേ ഇരിക്കും. നീ ഓട്ടോനാണോ വന്നത്? പിന്നെ ഓട്ടോയ്ക്ക് 100 രൂപ അങ്ങോട്ട് കൊടുക്കണം. ഇതാകുമ്പോ 15 രൂപ ബസ്സിൽ കൊടുത്താൽ മതി. ഞാനാണെങ്കിൽ തിരക്കുള്ള ബസ് നോക്കിയേ കയറുള്ളൂ. അപ്പൊ തിരക്കിന്റെ ഇടയിൽ പെട്ട് കണ്ടക്ടർ എങ്ങാനും പുറത്തോട്ട് വന്നില്ലെങ്കിൽ ആ 15 രൂപയും കൊടുക്കണ്ട, അതും നമുക്ക് ലാഭം. നീ വല്ലതും കഴിച്ചിട്ടാണോ മോളെ വന്നത്? ഇവിടെ ഒന്നുമില്ല. ഞാൻ രാവിലെ ഇന്നലെ ഉണ്ടാക്കി വെച്ച മധുരക്കിഴങ്ങ് കഴിച്ചു. ചേട്ടനൊന്നും കഴിച്ചില്ല, ചായ മാത്രം. പിന്നെ കൊച്ചുണ്ടല്ലോ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാനല്ലോ, അപ്പൊ അതുകൊണ്ട് അതിന് ബ്രെഡും വെണ്ണയും തേച്ച് വെച്ചിട്ട് വന്നു ഉച്ചക്ക് കഴിക്കാൻ. ചേട്ടൻ മധുരക്കിഴങ്ങിന്റെ ബാക്കി കഴിച്ചോളും. ഭയങ്കര പിടിച്ചാണ് അമ്മ കഴിയണത്. 3 കിലോ അരിയാണ് മാസം മേടിക്കണത്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് തീർന്നു കഴിഞ്ഞാൽ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാസം അവസാനം എത്തിക്കും. ചെറുക്കന് പിന്നെ സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നോണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പെട്ടേനെ. ഞാനൊന്ന് പോയേ അവളെ നോക്കട്ടെ. എൻ്റെ തമ്പുരാനെ, എൻ്റെ 2 മക്കളെ എൻ്റെ കെട്ടിയനെ പോലെ പിശുക്കന്മാരായി പോയല്ല. എങ്ങനെ ജീവിച്ച ഞാനാണ്. ഇപ്പോൾ വന്നില്ലേ, കണ്ടില്ലേ, പിശുക്കി എങ്ങനെയാണ് ജീവിക്കുന്നത് തമ്പുരാനെ മാത്രം അറിയാം. എന്തായാലും കുറച്ചും കൂടി പൊടി ഇട്ടേക്കാം, ഇല്ലെങ്കിൽ ശരിയാവൂല, ഇവരാരും അറിയണ്ട. ഹലോ, റെഡി ആയോ? ആ, റെഡി ആയിക്കൊണ്ടിരിക്കണേ ചേച്ചി. എൻ്റെ സൺസ്ക്രീൻ തീർന്നേ, അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് ഞാൻ നോക്കിയതാ. എടി, അന്ന് നമ്മൾ 2 പേരും കൂടി സൺസ്ക്രീൻ മേടിച്ചത്, എന്നിട്ട് നിന്റെ ഇത്ര പെട്ടെന്ന് തീർന്നാ? ആന്നേ, ഈ പ്രാവശ്യം 1 കൊല്ലേ നിന്നുള്ളൂ, അപ്പോഴേക്കും തീർന്ന്. എന്റെ തമ്പുരാനി, ഈ 1 കൊല്ലം കൊണ്ട് നീ 50 ഗ്രാം മൂത്തിട്ടാടി. എൻ്റെ ഇനി 40 ഗ്രാം ബാക്കിയുണ്ട്. എന്ത് പറയാനാണ് ചേച്ചി, ആഴ്ചയിൽ പെണ്ണ് കാണാൻ വരികയല്ലേ, അപ്പൊ എന്തെങ്കിലും മൂത്തിടണ്ടേ, ഇട്ടിട്ട് തീർന്ന്. ഇങ്ങനെ പോയാലേ നീ സൺസ്ക്രീൻ മേടിച്ച് മുടിയും. നീ പുതിയ ഡ്രസ്സ് മേടിച്ചാ? ഇല്ല, ഇത് എൻ്റെ കൂട്ടുകാരി മീനുട്ടില്ല, അവളുടെ ഡ്രസ്സാ. ഒരു ദിവസം ഇടാൻ കടം മേടിച്ചതാ. ഇതുപോലെ പെണ്ണ് കാണാൻ വരുമ്പോ അവളുടെ ഡ്രസ്സാ ഞാൻ ഇടാറ്. അല്ലാണ്ട് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പൈസ ഒന്നും തരൂല്ലോ. ആരും ഇല്ല ഇവിടെ. എടി, ആ വൈകി ബിന്ദു ടീച്ചർ ഒച്ചല്ലേ കേട്ടത്? അവര് വന്നു തോന്നണം. നീ വേറെ റെഡി ആയിക്കോട്ടെ, എൻ്റെ ബാഗ് ഇവിടെ ഇരിക്കണ്ടേ, ഒന്ന് നോക്കിക്കോണേ മോളെ. ആ, ഹലോ. ആ ചേച്ചി, കേറി വാ വാ ചേച്ചി. മോളെപ്പോ വന്ന്? കുറച്ചു മുന്നേ വന്നുള്ളൂ ചേച്ചി. ഇതാണ് പുഷ്പകാന്തൻ ചേട്ടന്റെ മൂത്ത മകൾ ക്ലിപ്തു. ഇവളുടെ കല്യാണം ഞാനാ നടത്തിയത്, കുറെ കഷ്ടപ്പെട്ട്. അച്ഛനെന്തിയേ? ഞാനിവിടെ ഉണ്ട് ബിന്ദു. പച്ചക്കറി നനയ്ക്കാൻ പോയപ്പോഴേ എന്റെ മുണ്ടൊന്നും നനഞ്ഞ് കൊടഞ്ഞു ഉടുക്കായിരുന്നു. വേറൊരു മുണ്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ, അത് ഉടുക്കായിരുന്നില്ലേ? അതിനിത് 4 ദിവസമായിട്ടല്ലേ ഉടുക്കാൻ തുടങ്ങിയിട്ട്, 2 ദിവസം കൂടി ഉള്ളൂ. ഇതൊക്കെ മതിയമ്മേ, അച്ഛനെ കാണാനില്ലല്ലോ അവര് വന്നിരിക്കണത്. ഞാനേ കുറച്ച് പിശുക്കനാണ്, അത്ര അധികം പിശുക്കനൊന്നല്ല, എന്നാലും കുറച്ച് പിശുക്കനാണ്. പക്ഷെ പിശുക്കിയാണ് ഈ വീട് ഞാൻ ഉണ്ടാക്കിയത്. അന്തസ്സായിട്ട് മൂത്തവളെ കല്യാണം കഴിപ്പിച്ചു വിട്ട് നീ ഇളയവളുടെ കാര്യവും കൂടി. ഈ വീട് ശരിക്കും പറഞ്ഞാൽ ഞാനും ഇവളും കൂടിയാണ് പണിതത്, കോൺട്രാക്ട് ഒന്നും കൊടുത്തില്ല. പിന്നെ ഈ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കൊക്കെ ഇവളുടെ ആങ്ങള ചെയ്ത്. അങ്ങനെ എല്ലാം കൂടി ഞാൻ എന്റെ കയ്യിലുള്ള പൈസക്കാണ് ഇത്തിരി ചെയ്തത്, ഒരുമിച്ച് അങ്ങനെ ചെയ്തില്ല. ഈ കാലത്ത് കുറച്ച് പിശുക്കൊക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. അതാണ്. പിശുക്ക് കണ്ടുപിടിച്ച എന്നെ ചേട്ടനാണെന്നാണ് എനിക്ക് തോന്നണത്. ബിന്ദു ഷട്ടപ്പ്.
അയ്യോ ചൂട് എടുക്കണ്ടല്ലേ, ഞാനിപ്പോ ഫാൻ ഇടാം. അതിന് കറണ്ട് ഇല്ലല്ല, ഞാൻ വീശിത്തരാം. അതേ പേപ്പർ ഉണ്ടല്ല. അയ്യോ വീശണ്ട, കുഴപ്പമില്ല. പെട്ടെന്ന് പുറത്തുനിന്ന് ചൂടുന്ന് കയറി വന്നപ്പേ ഭയങ്കരമായിട്ട് ചൂട് തോന്നി, അതാണ്. ഇപ്പൊ കുഴപ്പമില്ല. ഇവിടെ ഫാൻ ഇട്ടില്ലെങ്കിൽ ഇരിക്ക, നല്ല കാറ്റാണ്, എപ്പോഴും എ സി ഇട്ട പോലെയാണ്. അതെ അതെ. എടി എന്നാ പിന്നെ മോളെ വിളിക്ക്. ഗ്ലിപ്തു മോളെ വെള്ളം കൊണ്ട് വാ. അയ്യോ ബിന്ദുവിന് വെള്ളം വേണമായിരുന്നോ? ഒരു ഗ്ലാസ് കളിക്കുള്ളൂ. വേണ്ടേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ വന്നാ പച്ചവെള്ളം കിട്ടില്ലെന്ന് എനിക്കറിയാലോ. മോളെന്തിനാ പഠിക്കുന്നത്? എന്റെ പൈസ തീർക്കാൻ, അല്ലാതെ എന്തിന്? അയ്യോ അതല്ല ചോദിച്ചത്, ഏത് വിഷയമാണ് പഠിക്കണേന്ന് ചോദിച്ചതാ. ആ അത് അത് BSc ബോട്ടണി. എവിടെയാ? ആ എവിടെയാ എവിടെയാ? അല്ല, ഏത് കോളേജിലാണ് പഠിക്കണേന്ന് ചോദിച്ചതാ. അത് ഡിസ്റ്റൻസ് ആയിട്ടാ പഠിക്കുന്നത്. ഓ എന്തിനാണ് വെറുതെ ഈ കോളേജിലൊക്കെ പോയി പഠിച്ചിട്ട്? സ്വന്തം വീട്ടിലിരുന്ന് പഠിക്ക ഇതാവുമ്പോ, പിന്നെ ബസിന്റെ കാശും ലാഭം. ആ മോനി നീ എന്നാണ് നാട്ടിലോട്ട് വരുന്നത്? അവൻ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പൊ മോളുടെ ഫോട്ടോ കണ്ട് ഇഷ്ടമായതുകൊണ്ട് എന്നോട് വന്നത് കാണാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാ എൻ്റെ ഇഷ്ടം തന്നെയാണ് അവൻ്റെ. കല്യാണത്തിന് ശേഷം മോക്ക് തുടർന്ന് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം കേട്ടോ. എന്തിന് വെറുതെ കാശ് കളയാനാ? കല്യാണത്തിന് ശേഷം പഠിപ്പിക്കൊന്നും വേണ്ട, അവള് വീട്ടിൽ തന്നെ നിന്നോളൂ അല്ലേ? ആ അല്ല, എൻ്റെ മോന് കല്യാണം കഴിക്കാൻ പോണ കുട്ടി ജോലിക്ക് പോണം എന്നാണ് ആഗ്രഹം. ആ ജോലിക്ക് വിട്ടോ, ജോലിക്ക് ശമ്പളം കിട്ടുമല്ല, പഠിപ്പിക്കൊന്നും വേണ്ടത്. ചേച്ചി ഓക്കെ അല്ലേ? പെൺകുട്ടിയെ അമ്മക്ക് ഇഷ്ടായ സ്ഥിതിക്ക് അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ ചേട്ടാ? കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ജോലിക്ക് വിട്ടോട്ടെ. അതല്ല, കല്യാണ കാര്യങ്ങള്. അത് എന്റെ മൂത്ത മോളെ ഞാൻ അന്തസ്സായിട്ട് തന്നെയാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടത്, അപ്പൊ അതുപോലെ തന്നെ ഇതും നടത്തും. അല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചിക്ക് മനസ്സിലായേനെ. ഈ നമുക്കിപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് പോലെ മൈലാഞ്ചി സംഗീത് അതൊന്നും വേണ്ട, സേവ് ദ ഡേറ്റും വേണ്ട, വെറുതെ പൈസ ഉള്ള എന്തിനാ? അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു 3-4 പേര് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വന്ന് ഈ പെണ്ണിന്റെ വീടൊക്കെ ഒന്ന് കണ്ടുപോട്ടെ. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് കല്യാണം നടത്താം. അപ്പൊ ആ എൻഗേജ്മെന്റ് എന്നുള്ള ചെലവ് അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടും. കല്യാണം നമുക്ക് വല്ല രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അതാവുമ്പോ 10-250 രൂപ കൊടുത്താൽ മതി, പരിപാടി അങ്ങോട്ട് തീർന്നു. അത് മതിയാവും അല്ലേ? പിന്നെ അന്ന് ഉച്ചക്ക് ഊണ് അത് നിങ്ങളുടെ വീട്ടിൽ വെച്ചായിക്കോട്ടെ, ആ പരിപാടി തീർന്നല്ലേ അല്ലേ? അയ്യോ ഞങ്ങൾക്ക് ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ആദ്യത്തെ കല്യാണമാണേ. എന്തിനാണ് വെറുതെ ഒരു പാഴ്ചെലവ്? അതൊന്നും വേണ്ടെന്നേ. അത് ചേട്ടാ ബിന്ദു ഷട്ടപ്പ്. ഞാൻ പറയാം, അത്രക്ക് നിർബന്ധമാണെങ്കിൽ വൈകിട്ട് നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ വീട്ടിലൊക്കെ 10-15 പേരെ വിളിച്ചോട്ടെ, ക്യാപ്ഷനിക്കോട്ടെ അല്ലേ? അയ്യോ അത് മോൻ സമ്മതിക്കുമെന്ന് അറിയില്ല. കാരണം അവൻ കൂടെ പഠിച്ചിരുന്നവരെയും പിന്നെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തും ഒക്കെ എല്ലാരെയും വിളിക്കണം കല്യാണം എന്ന് പറഞ്ഞോണ്ടിരിക്കണേ. അത് ഞാൻ മോനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോന്റെ നമ്പർ ഉണ്ടെന്നാ മതി, അങ്ങോട്ട് ഞാൻ വിളിക്കൂല, മിസ് കോൾ അടിച്ചാൽ തിരിച്ചു വിളിക്കുമല്ലോ അല്ലേ അല്ലേ? ഇല്ല, ഞങ്ങൾക്ക് അധികം സ്വന്തക്കാരൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെ വിരുന്ന് പോക്കും വിരുന്നുവരവൊന്നും വേണ്ട. എന്തിനാ വെറുതെ പാഴ്ചെലവ്? പിന്നെ എന്റെ മൂത്ത മോളെയും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടത്. ഞാൻ സ്ത്രീധനത്തിനെതിരാണ്, പക്ഷെ ഞാൻ കൊടുക്കാതിരിക്കില്ല, അതാണ്. അതായത് കല്യാണത്തിന് ഒരു 1.5 പവന്റെ മാല അവളുടെ കഴുത്തിലെങ്കിലും ഇട്ട് കൊടുക്കും, അതാണ് ഞങ്ങളുടെ സ്ത്രീധനം. പിന്നെ എന്റെ മോളായതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയല്ല, അവളൊരു മിടുമിടുക്കിയാണ്. അമ്മ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ, ഞാൻ വീശിത്തരട്ടെ? ഇതും കൊണ്ട്. ഓ വേണ്ട, ഞാൻ വീശിക്കോളാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാ, ചെക്കൻ ഇവിടെ വീട്ടിലോട്ട് ഇങ്ങോട്ട് നിൽക്കാൻ വരുമ്പോഴേ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവരണം. കാരണം ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊന്നും മേടിക്കുന്ന ഒരു ശീലം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതെന്താ ആൾക്കാര്
ഇവിടെ വന്ന് എൻ്റെ മോൻ കല്യാണം കഴിച്ചാല് അവനുള്ള ഭക്ഷണം ഞാൻ പൊതിച്ചോറായിട്ട് എല്ലാ ദിവസവും ഇങ്ങോട്ട് കൊടുത്തുവിടേണ്ടി വരുമല്ലോ ഈശ്വര. എടി ബിന്ദു, നീ ആള് കൊള്ളാല, നല്ല അടിപൊളി സ്ഥലത്തോട്ടാണ് എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നേക്കണത്. എനിക്കതിനെ അറിഞ്ഞൂടായിരുന്നു ചേച്ചി. നീ പുറത്തോട്ട് വാട്ടാ, ഞാൻ എന്ത് പേച്ച്. അപ്പോ നമുക്ക് കല്യാണം എന്നത്തേക്ക് ഉറപ്പിക്കാം? അത് ഞാൻ വീട്ടിൽ ചെന്നിട്ടേ ബിന്ദുവിനെ വിളിച്ച് പറയാം. ആ മതി മതി, താമസിക്കരുത്. ഞങ്ങക്ക് കുറച്ച് സമയം വേണം, എല്ലാം ഒന്ന് ഒരുക്കണ്ടേ. എന്തൊരുക്കം? രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കാനുള്ള 250 ഉണ്ടാക്കാനുള്ള ഒരുക്കോ? അത് മിക്കവാറും എന്റെ മോൻ തന്നെ കൊടുക്കേണ്ടി എന്തേലും പറഞ്ഞു ചേച്ചി? ഇല്ല ഇല്ല. എന്നാ ശരി, ഇറങ്ങട്ടെ. ഇറങ്ങാം ബിന്ദു. ശരി ശരി. മോളെ, ഈ കല്യാണേ ഏകദേശം ഉറച്ച പോലെയാണ്. നീയേ ഈ പ്രാവശ്യം ഓൺ ഓഫർ ഏതൊക്കെ കടയിലുണ്ടെന്നൊന്ന് അന്വേഷിച്ചു വെച്ചോ. ഒരു ജോഡി ഡ്രസ്സെങ്കിലും ഒന്ന് എടുക്കണ്ടേ? അച്ഛാ, എനിക്കും എന്റെ കെട്ടിയനും കൊച്ചിനും ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് തന്നെ കല്യാണമായിട്ട്. അതൊന്നും നടക്കൂല. ഇവക്ക് എടുക്കാൻ കല്യാണം പെണ്ണല്ല, എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്കും അവക്ക് വരണം എടുക്കണം. മുത്തശ്ശിക്ക് നിങ്ങളുടെ മുത്തശ്ശി കുഴപ്പമില്ല, എന്തെങ്കിലും ഇട്ടോളും. തള്ളനെ കൊണ്ടായാലേ കല്യാണത്തിന്. ഇപ്പൊ എന്തൊരു ചെലവാണ്, വണ്ടിയൊക്കെ വിളിച്ച് പോകണ്ടേ. നടന്നു പോകാൻ പറ്റുമോ? ഇവിടെ അടുത്തുള്ള അമ്പലം വല്ല ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് കെട്ടിയാണ്ട് വിടുകയായിരുന്നു. രജിസ്റ്റർ ഓഫീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരമുണ്ട്, വണ്ടി ചെലവാണ്. ആ സ്കൂട്ടറിന് പോവാ, കുഴപ്പമില്ല. പിന്നെ നിന്റെ കെട്ടിയവരോട് പറ ഡ്രസ് എടുക്കാൻ. അനി ഇത്ര കല്യാണോ അല്ലേ, ആ ഡ്രസ് എടുക്കട്ടെ. എല്ലാത്തിനും കൂടി എന്റെ അടുത്ത് വേണ്ട പൈസ. എനിക്ക് തോന്നുന്നില്ല ഈ കല്യാണം നടക്കുമെന്ന്. അതെന്തായാലും നീ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞത്? ഇവിടെ വന്നേ നിങ്ങളോട് വർത്താനം പറഞ്ഞപ്പോ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലൊരു പിശുക്കൻ ഈ ലോകത്ത് വേറെ ഇല്ലെന്ന്. മോളെ, നിന്റെ 28ാമത്തെ കല്യാണാലോചന മുടങ്ങിയിട്ടാ. അങ്ങനെ പറയല്ലേ അമ്മേ. ചേട്ടൻ്റെ അമ്മ ഒരു കുഴപ്പമില്ലാണ്ടല്ലേ ഇറങ്ങിപ്പോയത്. ഈ കഴിഞ്ഞ 27 ആലോചന മുടങ്ങിപ്പോയപ്പോ അവര് ഈ പോണ വഴിക്ക് എന്തോരം ചീത്ത വിളിച്ചാണ് ഇറങ്ങിപ്പോയത്. ഇതിപ്പോ ഒന്നും പറയാണ്ടല്ലേ അമ്മ പോയത്. അപ്പൊ എന്തായാലും ഈ കല്യാണം നടക്കും. എന്നാലും അച്ഛാ, അവർക്ക് ആ ഫാനും ഒരു പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കായിരുന്നു. അതിന് ഞാൻ കാരണില്ലെന്ന് അങ്ങോട്ട് പറഞ്ഞില്ലേ, ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ, പിന്നെ പ്രശ്നമില്ല. അവരത് വിശ്വസിച്ച്. പിന്നെയാണെങ്കിൽ ഫാനൊക്കെ ഇട്ട് കൊടുത്താ ബിന്ദു ഇവിടെ അങ്ങോട്ട് ഇരിക്കും, ബിന്ദു പോകൂല. ഇതാവുമ്പോ ചൂടെടുത്ത് ഇറങ്ങി ഓടിയതുണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞ് പോയി, അത്രേ ഉള്ളൂ. എന്നാലും അച്ഛാ, അച്ഛൻ അവക്ക് 1.5 പവന്റെ മാല കൊടുക്കാന്ന് പറഞ്ഞില്ലേ? എനിക്ക് 1.5 പവന്റെ മാല തന്നു ഓർക്കണുണ്ടല്ലോ അല്ലേ? 1.5 പവൻ ഞാൻ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞല്ലേ. ആ നിനക്ക് കൊടുത്തോലെ ബുക്കും കൊടുക്കും 1.5 പവൻ. അപ്പൊ ആരോടും പറയൊന്നും വേണ്ട. എനിക്ക് 2 പെൺമക്കളായതുകൊണ്ട് ഞാൻ ശ്രീധനത്തിനെതിരായി. ആൺകൊച്ചെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശ്രീധനം മേടിച്ച് കെട്ടിച്ചുകൊള്ളായിരുന്നു. ഇപ്പൊ 2 പെണ്ണായി പോയില്ലേ, അതുകൊണ്ട് ശ്രീധനത്തിനെതിരായി ഇപ്പൊ. ഓ, ഈ മനുഷ്യനൊരു പിശുക്കനാണ്. ഈ ലോകത്ത് വേറെ ഉണ്ടാവൂല ഇതേപോലത്തെ ഒരു പിശുക്കുള്ള മനുഷ്യൻ. ഓ, ഇനി 1.5 പവൻ ഉണ്ടാക്കണം എന്റെ അമ്മോ. പിന്നെ എന്റെ കാലശേഷം ഈ വീടും പറമ്പും നിങ്ങളുടെ 2 പേർക്കും കൂടെ ഉള്ളതല്ലേ. അപ്പൊ നിങ്ങൾ വിൽക്കേ എന്തെങ്കിലും ആവാ, അത് മതി. പിന്നെ ഒരു പണിയുണ്ട്, ചെക്കൻ കല്യാണം ഡ്രസ് എടുക്കാൻ പറ്റൂലേ. അപ്പൊ നമുക്കുള്ള ഡ്രസ്സും കൂടി ഞങ്ങൾ എടുപ്പിക്ക. അത് മതി, ചെക്കൻ പൈസ കൊടുത്തോളും, ഗൾഫുകാരനല്ലേ, കൊടുക്കാണ്ടിരിക്കൂ. ആ, എന്റെ ചേട്ടനെ കൊണ്ട് അന്ന് ചെയ്യിപ്പിച്ച പോലെ അല്ലേ അച്ഛാ? അത് തന്നെ. തള്ള ടാങ്ക് കുടിക്കാണ്ടല്ലോ പോയത്, വെറുതെ എന്തിനാ കളയാനാ? എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ ഒരു സ്വഭാവം. എന്താ ചേച്ചി തിരിച്ചു വന്നത്? ഞാൻ എൻ്റെ മൊബൈലേ ഇവിടെ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ വന്നാ. ശരി കേട്ടാ, പോണിട്ടാ. എടി ബിന്ദു, നീ ഇമാതിരി പരട്ട വീട്ടിലോട്ടാണ് എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നത്. ശരിയൊക്കെ തരാടി. അവര് നമ്മൾ പറഞ്ഞ എല്ലാം കേട്ടെന്നാണ് തോന്നണത്. പിന്നെ ബാക്കിയുള്ള വെള്ളം നിങ്ങൾ മോന്തുന്നത് അവര് കണ്ടെന്ന് തോന്നണം. എൻ്റെ പൊന്നു മോളെ, നിന്റെ ഈ കല്യാണം നടക്കാൻ പോണില്ല, അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്. അമ്മേ, എടി നിന്റെ അച്ഛൻ്റെ ഈ പിശുക്ക് മാറാണ്ട് നിന്റെ കല്യാണം നടക്കുന്നു എനിക്കോ നല്ല. പിന്നെ ഇവളെ കെട്ടിയ പോലെ ഒരു മണ്ടൻ വരണം, എന്നാ നടക്കും. ഇതെനിക്ക് തോന്നുന്നില്ല നടക്കും. അതും ശരിയാണ് അച്ഛാ. അങ്ങനെ ഒന്നുമില്ല മോളെ, ഈ കാലത്ത് പെണ്ണുങ്ങളെയാണ് കിട്ടാത്തത്. അതുകൊണ്ട് തന്നെ കാശും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ചില ആണുങ്ങൾ വരും, ഉറപ്പായിട്ടും വരും. വരുമോ?